കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയാണ്, മൂന്ന് ഗണപതിയെ പൂജാമുറിയിൽ വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. 3, 5, 7, 9, 12 എത്ര വേണേലും വെച്ചു, ഒരു ദോഷവും ഉണ്ടാവില്ല. എത്ര ഫോട്ടോ വെച്ചാലും എത്ര പടങ്ങൾ വെച്ചാലും പൂജാമുറിയിൽ ഒരു ദോഷവും ഉണ്ടാകത്തില്ല. 3, 5, 9 വെച്ചോളൂ. ദുർഗാദേവിയുടെ വെച്ചോളൂ, 5, 10 വെച്ചോളൂ. മഹാലക്ഷ്മിയുടെ വെച്ചോളൂ, 5, 10, 8, 12, 20, 101 വെച്ചോളൂ. എത്രയും വെക്കുന്നു അത്രയും കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ലേ? പൂജാമുറി വൃത്തിയായിരിക്കണം. ശുദ്ധ ബിംബങ്ങൾ ഒരു ചെറിയ കല്ലാണെങ്കിൽ പോലും പൂജാമുറിയിൽ വെക്കാൻ പാടില്ല. 2, ഉഗ്രമൂർത്തി സ്വഭാവത്തോട് കുണിക്കുന്ന ഭദ്രകാളിയെ, അതുപോലെ സംഹരിക്കാൻ വരുന്നതായിട്ടുള്ള ഫോട്ടോകള്, അതുപോലെ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോകള്, ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോകൾ വെച്ചാൽ മാത്രമേ ഉള്ളൂ ദോഷം. ബിംബങ്ങൾ വെക്കാൻ പാടില്ല. അതുപോലെ വിളക്ക് വെക്കുമ്പോൾ നിലയുള്ള വിളക്കാണ് വെക്കുക. ലക്ഷ്മി വിളക്കൊന്നും ഒന്നല്ല, അത് താന്ത്രിക വിധിപ്രകാരമേ ഇല്ലാത്ത സാധനമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടോ ലക്ഷ്മി വിളക്ക് വെച്ചിരിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആറന്മുള അമ്പലത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൂമ്പുള്ള വിളക്ക് തന്നെ അവിടെ കത്തിച്ചിരിക്കുന്നത്. മലയാളപ്പുഴ അമ്പലത്തിൽ കണ്ടിട്ടുണ്ടോ? ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടോ? മണ്ണാർശാലയിൽ കണ്ടിട്ടുണ്ടോ? വൈക്കത്തപ്പൻ്റെ അടുക്ക് കണ്ടിട്ടുണ്ടോ? ആറന്മുളയപ്പൻ്റെ അടുക്ക് കണ്ടിട്ടുണ്ടോ? എറണാകുളത്തപ്പൻ്റെ അടുക്ക് കണ്ടിട്ടുണ്ടോ? പറശ്ശിനിക്കടവ് കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല, എല്ലാം കൂമ്പുള്ള വിളക്ക് തന്നെ അല്ലേ. അപ്പോ ലക്ഷ്മി വിളക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള ഒരവസ്ഥ, നാരങ്ങ വിളക്ക് പോലുള്ള സംഭവമാണ്. അതുകൊണ്ട് ഫോട്ടോ എത്ര വേണേലും വെച്ചോളൂ, കുഴപ്പമില്ല. സാത്വികവും നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നതും നല്ല പ്രൗഢിയുള്ളതും നല്ല തേജസ് ഉള്ളതും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭഗവാനെ ഒപ്പിയെടുക്കാൻ അല്ലെ ഭഗവതിയെ ഒപ്പിയെടുക്കാൻ മോഹിപ്പിക്കുന്ന ഫോട്ടോ വെച്ചോളൂ. നമുക്ക് ഭക്തി ഉണ്ടാവും. നല്ല മുഖ ഐശ്വര്യമുള്ള ഭഗവതിയെ വെക്ക്, മുഖ ഐശ്വര്യമുള്ള ഗണപതിയെ വെക്ക്. അതുകൂടെ ശ്രദ്ധിച്ച ഫോട്ടോ നമ്മൾ വയ്ക്കാവും. നമ്മളിപ്പോൾ ഒരാളിങ്ങനെ അമ്മ എടുക്കൽ എന്നും പറഞ്ഞിട്ട് മുഖവും വീർപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുക. ഒന്ന് ചിരിച്ച് ഒന്ന് സന്തോഷിച്ച് ഒരു സ്നേഹത്തോടൊക്കെ പെരുമാറിയാൽ നമുക്കൊരു ഇഷ്ടം തോന്നും അല്ലേ? എന്ന് പറഞ്ഞ പോലെ സ്നേഹത്തോട്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, അയ്യോ ഭഗവതി, നമ്മളെ ക്ഷേത്രത്തിൽ ചെന്ന് ഇന്നത്തെ അമ്മയുടെ ഒരു സൗന്ദര്യം, അമ്മയുടെ ആ ഒരു നോട്ടവും ആ വിളക്കും എല്ലാം ഉണത്തില്ല, ഞാൻ ദീപാരാധന സമയത്ത് അമ്മയൊന്ന് കാണണം, അല്ലെ ഭഗവാനെ ഒന്ന് കാണണം, ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം. ആ ഗുരുവായൂരപ്പനൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വിളക്കുകളും ഒക്കെ തെളിച്ച് ഗുരുവായൂരപ്പനെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത്ര ചൈതന്യവത്തായിട്ടുള്ള ആളാണ് ഗുരുവായൂരപ്പൻ. അതുപോലെ ഒരുക്കി അങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇത്ര സൗന്ദര്യവാൻ വേറെ ആരുമില്ല. നമ്മളൊക്കെ ആകർഷിച്ചു പോകും, സംശയമില്ലാത്ത കാര്യമാണ്. ഭയഭക്തിപൂർവ്വം നമ്മൾ അവിടെ നിന്ന് തൊഴുതു പോകും. അത്രയ്ക്ക് ഇതാണ്. അതാണ് ഗുരുവായൂരപ്പനെ കണ്ടിട്ട് മാറിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നത്. പെട്ടെന്ന് മുഖത്തുനിന്ന് മറച്ചു കളയുന്ന മായ കൃഷ്ണനല്ലേ പുള്ളി, അല്ലേ? ഇതൊക്കെ കാണണം കേട്ടാ. നിങ്ങൾ ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ്, എത്ര ഫോട്ടോ വേണേലും വെക്കാം. നല്ല ഫോട്ടോയും തേജസ്സുള്ളതും ഒക്കെ വെക്കാവൂ. ബിംബങ്ങൾ മാത്രം വെക്കരുതെന്നും വീണ്ടും 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 നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.